Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ഒരു ഫോൺ ഈ ബ്രാൻഡിന്റെ ആദ്യത്തെ ഫോണാണ്. ഇൻഫാക്ട് ഈ ബ്രാൻഡ് പുതിയതൊന്നുമല്ല. ഈ ബ്രാൻഡിന്റെ ഫോൺസ് ഇന്ത്യയിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഓണർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഓണർ 90 ആണ് ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരവ് നടത്തുന്നത്. അപ്പോൾ അന്നത് വാവേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സബ് ബ്രാൻഡായിരുന്നു ഓണർ എന്നുള്ളത്. അപ്പോൾ അവർ ഇന്ത്യൻ ഓപ്പറേഷൻസ് എല്ലാം നിർത്തിപ്പോയി. അതിനുശേഷം ഓണർ സെപ്പറേറ്റ് ഒരു ബ്രാൻഡായിട്ട് ആ കമ്പനി ആ ഡിവിഷൻ വാവേ ഓണറിൻ്റെ ഡിവിഷൻ വേറൊരു ബ്രാൻഡിന് വിൽക്കുകയുണ്ടായി. അപ്പോൾ അത് അവർ സെപ്പറേറ്റ് ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ ഒരു ഇന്ത്യൻ യൂണിറ്റാണ് ഇന്ന് നമുക്ക് ഇവിടെ വരുന്നത്. എച്ച് ടെക് എന്ന് പറയുന്നത്, അതായത് ഓണർ ടെക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഓണർ ടെക്കിൻ്റെ ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഓണർ 90. അപ്പോൾ ഓണർ 90 ഗ്ലോബലി ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണാണ്. അപ്പോൾ ഇന്ത്യയിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അവരെ ഫസ്റ്റ് ഡിവൈസ് ആയിരിക്കും ഓണർ 90. അപ്പോൾ ഇതൊരു മിഡ് റേഞ്ച് ഡിവൈസാണ്. അറൗണ്ട് 30,000 to 40,000 റുപ്പീസിൽ വരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ബ്രാൻഡ് ഒരു നല്ല ഒരു പ്രീമിയം ഡിവൈസോടുകൂടി തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല. പ്രോബ്ലി അറൗണ്ട് 30,000 to 40,000 ഉള്ളിലായിരിക്കുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. ഈവൻ അതും തന്നെ കൺഫേംഡ് ഒന്നല്ല, ജസ്റ്റ് റൂമേഴ്സ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഓണർ 90ൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ബാക്കി വഴിയെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ പറയാം. അൺബോക്സിംഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. വളരെ മിനിമലിസ്റ്റിക് ബോക്സ് ആണ്. ഓണർ 90 എഴുതി കാണാം, സൈഡിലും കാണാം. ബാക്കിൽ ഒന്നും തന്നെ കൊടുത്തില്ല. ഇത് റീറ്റെയിൽ ബോക്സ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇന്ത്യൻ വേരിയൻ്റ് ആണ്. അതായത് ഇമ്പോർട്ടഡ് വേരിയൻ്റ് ആണെങ്കിലും ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് തന്നെയാണ്. ഇത് ആക്ച്വലി സെപ്റ്റംബർ 2023 ആണ് മാനുഫാക്ചർഡ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ഗ്ലോബൽ ടെക്, അതായത് PSAV ഗ്ലോബൽ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓണർ ടെക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പ്രൈസിങ് അറിയില്ല. അപ്പോൾ ഇത്രയും എഴുതിയിട്ടുള്ളൂ. പിന്നെ ഓണർ 90 8GB റാം 256GB സ്റ്റോറേജ് ആണ് വരുന്നത്. എമറാൾഡ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. സാർ വാല്യൂ ഉണ്ടല്ലോ 1.6 ലിമിറ്റാണ് വരുന്നത്. സോറി, അത് ലിമിറ്റാണ്. ഹെഡ് സാർ 0.98, ബോഡി സാർ 0.96. ഇത് 5G ഡിവൈസാണ്. എല്ലാ 5G ബാൻഡ്സ്, ഇൻഫാക്ട് അറൗണ്ട് 14 5G ബാൻഡ്സ് ഉണ്ട്. ഡ്യുവൽ സിം കാർഡാണ് വരുന്നത്. എമറാൾഡ് ഗ്രീനിനൊപ്പം തന്നെ ഒരു ബ്ലാക്ക് കളറും ഉണ്ട്, അതേപോലെ ഒരു സിൽവർ കളറും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഓണർ 90. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബോക്സ് ഒന്ന് തുറന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു കാര്യം, ഞാൻ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഓണർ 90. പിന്നെ വരുന്നൊരു സിം ഇജക്റ്റർ പിന്നാണ്. ഇതിനകത്ത് നമുക്ക് ഒരു മാനുവലും ഇൻഫർമേഷൻ ഉണ്ട്. വാറൻറ്റി കാർഡ് മാനുവലാണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്കിവിടെ ഒരു കേസാണ് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് TPU കേസ് കണ്ടില്ലേ, മറ്റേ ഫോണിൻ്റെ കട്ടൊക്കെ ഉള്ള ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ചാർജിങ് കേബിളാണ്, USB Type-C ചാർജിങ് കേബിളാണ്. അപ്പോൾ അത്രേ ബോക്സിനകത്തുള്ളൂ. ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. ഇനി ചാർജറിൻ്റെ കാര്യത്തിൽ നമുക്ക് കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇൻഫാക്റ്റ് ബ്രാൻഡ് പറയുന്നത് വെച്ചാൽ ചാർജർ ഇൻക്ലൂഡഡ് ആവില്ല, പക്ഷേ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് 66 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ചാർജർ പ്രോബബ്ലി ചിലപ്പോൾ ബണ്ടിൽഡ് ഓഫേഴ്സിലോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് അറിവില്ല. അപ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ എന്താ പറയുക നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഫോണിനകത്ത് ചാർജർ ഇല്ല എന്നുള്ളത് കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫോൺ ആദ്യം ബൂട്ട് ചെയ്യാം, ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മൾ ഓണർ 90 പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓണർ 90. അപ്പോൾ നമുക്ക് കാണാം ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇൻഫാക്ട് ട്രിപ്പിൾ ക്യാമറയാണ്, ഡ്യുവൽ ക്യാമറ ഹൗസിംഗ് ആണ്. ഈ ക്യാമറ ഹൗസിംഗ് ഉണ്ടല്ലോ, ഒരു ഫ്ലാറ്റിഷ് ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഇതൊരു ഓവൽ ഷേപ്പാണ് ക്യാമറ മോഡ്യൂൾ. അതിൻ്റെ സൈഡിൽ ഒരു സർക്കുലർ ലേ ഔട്ടാണ്. ഇവിടെ ഓണർ എഴുതിയതാണ്. പിന്നെ AI മാട്രിക്സ് ക്യാമറ 200 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓണറുടെ ബ്രാൻഡിങ് ആണ്. നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു സ്ലിം ഫോം ഫാക്ടറാണ്. ഇതിൻ്റെ തിക്നെസ് പറഞ്ഞാൽ വെറും 7.8 mm ഉള്ളൂ. വളരെ സ്ലിം ആണ്. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റും ആണ്. കാരണം വെറും 183 ഗ്രാംസേ ഉള്ളൂ. ഒരു നല്ല എന്താ പറയുക ഇൻഹാൻഡ് ഫീലാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിമ്മും ആണ്. അത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കേർവ്ഡ് ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. താഴെ നമുക്ക് സിം ട്രേയും USB Type-C പോർട്ടും അതേപോലെ സ്പീക്കർ യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. ക്വാഡ് കേർവ് ഡിസ്പ്ലേ എന്നാണ് ഇതിന് പറയുന്നത്. എന്തുകൊണ്ടാണ് വെച്ചാൽ നമുക്ക് സാധാരണ കേർവ് ഡിസ്പ്ലേ ഈ രണ്ട് സൈഡുമാണ് കേർവ്ഡ് ആവാറ്. ഇവിടെ നമുക്ക് 4 സൈഡിൽ ആ കേർവേച്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെയും കേർവേച്ചർ ഉണ്ട്, അതേപോലെ ഇവിടെയും നമുക്ക് കേർവേച്ചർ ഉണ്ട്. അപ്പോൾ 4 സൈഡിലും കേർവ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ഇപ്പം തന്നെ നമുക്ക് ഒരു പോരായ്മ പറയാം. ഇതിനകത്തുള്ള മോണോ സ്പീക്കറേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ. ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഫോണിൽ മോണോ
മോണോ സ്പീക്കർ ആക്സെപ്റ്റബിൾ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതൊരു പോരായ്മയാണ് പറയാം. നമുക്ക് ബാക്കിയുള്ള ഡിസൈൻ ലാംഗ്വേജിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നല്ല ഒരു ഡിസൈനാണ്, നല്ല ഇൻ ഹാൻഡ് ഫീലാണ്. നമ്മൾ ഫോൺ ബൂട്ട് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ് ഫീല് നല്ലൊരു സുപ്പീരിയർ ഇൻ ഹാൻഡ് ഫീലാണ്. കാരണം നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്, അതിനൊപ്പം തന്നെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഓവറോൾ ഇൻ ഹാൻഡ് ഫീലും ഡിസൈൻ ലാംഗ്വേജും വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി ഈ ഫോൺ നമുക്ക് തരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ഇൻ ദിസ് പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയും. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് തിങ് ഇതൊരു 1.5K ഡിസ്പ്ലേ ആണ്. 1.5K AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതൊക്കെ നോർമൽ വരുന്നതാണ്. 1600 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. DCI-P3 കളർ ഗ്യാമറ്റ് 100% ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ അറൗണ്ട് 435 പിക്സൽസ് പെർ ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് വേറെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് HDR10+ ഉണ്ട്. ഇതിൽ നമ്മൾ പൊതുവേ എന്താ പറയുക, ഫോൺ വളരെ ലോ ലൈറ്റിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ PWM ഡിമ്മിങ്ങിൻ്റെ കാര്യം ഒരു പ്രോബ്ലമാണ്. കാരണം ഡിമ്മിങ് കാരണം നമ്മൾ സ്ക്രീൻ ഫ്ലിക്കറിങ് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ലോ ലൈറ്റിൽ ഈ സ്ക്രീൻ വളരെ ലോ ലൈറ്റിലാകുമ്പോൾ സ്ക്രീൻ ഫ്ലിക്കർ ചെയ്യും. അത് കാരണം നമുക്ക് കണ്ണിലോട്ട് സ്ട്രെയിൻ വരും. അതിന് ഒരു ഇമ്പോർട്ടൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്ത് 3840 Hz PWM ഡിമ്മിങ് ആണ്. അതെ, അപ്പോൾ 3840 Hz PWM ഡിമ്മിങ് ആണ്. ഇത് ഈ സെഗ്മെൻറ്റല്ല, പ്രോബ്ലി ഏത് ഡിസ്പ്ലേ എടുത്താലും ഇത്രയധികം എന്താ പറയുക ഫീച്ചേഴ്സ് വരുന്ന ഒരു ഡിസ്പ്ലേ ഇല്ല. അപ്പോൾ അത്രയും നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. ഇൻഫാക്റ്റ് DxOMarkൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി സ്റ്റാൻഡേർഡിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഡിസ്പ്ലേക്ക് കൊടുത്ത ഒരു ഡിവൈസ് വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 4 സൈഡ് കേർവ്ഡ് ആണ്. അപ്പോൾ തന്നെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല റിഫ്രഷ് റേറ്റ് ആണ്, നല്ലൊരു കളേഴ്സാണ്, ടെക്സ്റ്റേഴ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ സ്മൂത്ത്നെസ് ആണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ വേണമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ഇൻ ദിസ് പ്രൈസ് സെഗ്മെന്റ് എന്ന് നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. പിന്നെ മൂവി വാച്ചിങ്ങിനൊക്കെ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കിട്ടുന്നത്. നല്ല കളേഴ്സും നല്ല പഞ്ചി കളേഴ്സും അതേപോലെ ബ്രൈറ്റ്നസ് ലെവൽസും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1600 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പം സോളിഡ് ഡിസ്പ്ലേ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് MagicUI 7.1 ആണ്. അപ്പോൾ മാജിക് EMUI ആയിരുന്നു പണ്ട് ഓണർ സ്മാർട്ട് ഫോണിൽ വന്നിരുന്നത്. അത് കഴിഞ്ഞ് അവർ അത് മാറ്റി ഓണറിൻ്റെ ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിലൊക്കെ വരുന്നത് MagicUI ആണ്. MagicUI 7.1 ആണ് ഇതിൽ വരുന്നത്. Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇനി ഒരുപാട് പേർക്കുള്ള ഡൗട്ട് എന്താണ്, ഇതിനകത്ത് ഗൂഗിൾ സർവീസസ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ഓണർ ഇന്ത്യ വിടുന്നതിന് മുമ്പ് ഇറക്കിയ 2-3 ഫോൺസിൽ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് പലർക്കുള്ള ഡൗട്ട്. ഇതിനകത്ത് എല്ലാ ഗൂഗിൾ സർവീസസും ഉണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് പ്ലേ സ്റ്റോർ ഉണ്ട്, Gmail, YouTube എല്ലാ ഗൂഗിൾ സർവീസസും ഉണ്ട്. ഒരു പക്ക ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും. ഇനി സോഫ്റ്റ്വെയർ UIയിലേക്ക് വരാം. അപ്പോൾ നല്ലൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ്. നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ ടോഗിൾ കാണാം. ഇതാണ് നോട്ടിഫിക്കേഷൻ ടോഗിൾ. ഇതിൻ്റെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. NFC ഉണ്ട്, ബ്ലൂടൂത്ത്, പിന്നെ മ്യൂസിക് പ്ലേ ബാക്ക്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ക്വിക്ക് സെറ്റിംഗ്സ് ഉണ്ട്. ക്വിക്ക് ടോഗിൾസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേണ്ടില്ല ഒരുപാട് ടോഗിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു നീറ്റ് അറേഞ്ച്മെൻറ്റാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഇതിനകത്ത് UIൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആപ്പ് ഡ്രോവർ ഉണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പോൾ ഞാൻ ആപ്പ് ഡ്രോവറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്പ് ഡ്രോവർ നല്ലൊരു ഐക്കൺസ് ഒക്കെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ബ്ലോട്ട് പേസിൻ്റെ സീൻ എന്ന് പറയുന്നത് അധികമൊന്നുമില്ല, കുറച്ചുണ്ട്. Booking.com, നെറ്റ്ഫ്ലിക്സ്, തീംസ്, വെതർ, WPS ഓഫീസ്, അങ്ങനെ വളരെ മിനിമലായിട്ടുള്ള ആപ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ബ്ലോട്ട് പേസ് എന്ന് പറയാവുന്നതൊന്നുമില്ല. Booking.com മാത്രമേ ഉള്ളൂ പ്രോബ്ലം. നെറ്റ്ഫ്ലിക്സ് പിന്നെ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ നല്ല ക്ലീൻ UI ആണ്, ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നമുക്ക് ഗ്രൂപ്പിംഗ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അതുണ്ടല്ലേ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മോർ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ ലിങ്ക് ടു വിൻഡോസ്, ഈസി പ്രൊജക്ഷൻ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ ഹോം സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. മാഗസിൻ അൺലോക്ക് ഉണ്ട്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണാം നമുക്ക്. പിന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ ടെമ്പറേച്ചർ മോഡ് സെലക്ട് ചെയ്യാം, വിവിഡ്, നോർമൽ, പിന്നെ വീഡിയോ എൻഹാൻസർ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് റിഫ്രഷ് റേറ്റ് ആസ് യൂഷ്വൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓട്ടോ സ്വിച്ച് ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ഓപ്ഷൻസ് പറയാൻ ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ, പിന്നെ അഡീഷണൽ മൾട്ടി വിൻഡോ ഓപ്ഷൻസ്, ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസാണ് വരുന്നത്. സെക്യൂരിറ്റി ഓപ്ഷൻസ് കണ്ടില്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആപ്പ് ലോക്ക് ഉണ്ട്. അങ്ങനത്തെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് ID ഉണ്ടല്ലോ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ ഒരു
അസിസ്റ്റൻറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് പറയുക. അത്യാവശ്യം നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പരാതികളൊന്നുമില്ല, കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു പുതുമയാർന്ന എക്സ്പീരിയൻസ് പറയാം. നമുക്കിപ്പോൾ ഉള്ള ഫോണിനെ ഏറെക്കുറെ അതേപോലെ തന്നെയാണ്, എങ്കിലും കുറച്ചൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 1 പ്രോസസ്സറാണ്. അപ്പോൾ നല്ലൊരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. ഇപ്പോൾ ഇൻഫാക്ട് സ്നാപ്ഡ്രാഗൺ 7+ Gen 2 വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ചിപ്പാണ്. ഇതിനകത്ത് 8 GB റാമും അതേപോലെ 12 GB റാമും ഉണ്ട്. 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ബേസ് വേരിയൻറ്റ് വരെ 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് നല്ല ഫാസ്റ്റായ ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ചിപ്പാണ്. ഇൻഫാക്ട് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരുപാട് ഫോൺസിലുള്ളത്. അപ്പോൾ അത്രയും പവർഫുൾ അല്ലെങ്കിൽ പോലും നല്ലൊരു എഫിഷ്യൻസിക്ക് മുൻതൂക്കം കൊടുത്തുള്ള ഒരു ചിപ്പാണ് ഡെഫിനറ്റ്ലി പറയാം. ഞാൻ യൂസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 1 വീക്കായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ യൂസേജിൽ എനിക്ക് കാര്യമായ കംപ്ലയിൻസോ ഇഷ്യൂസോ ഒന്നുമില്ല. നല്ല ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവ് ആണ്. നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. പക്ഷേ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്പായിട്ട് തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിലും ഈ സെഗ്മെൻറ്റിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പുറകിലാണ് നിൽക്കുന്നത്. എങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് കാര്യമായ കംപ്ലയിൻസോ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മോണോ സ്പീക്കറേ ഉള്ളൂ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സില്ല. അത് ഈ പ്രൈസ് സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഒരു ഡൗൺ സൈഡാണ്, ഡെഫിനറ്റ്ലി ഡൗൺ സൈഡാണ്. പക്ഷേ എങ്കിലും സ്പീക്കർ ക്വാളിറ്റി കുഴപ്പമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വേണ്ടതാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അതിൽ പ്രോബ്ലം അതൊരു കോംപ്രമൈസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്യുവൽ സിം കാർഡുണ്ട്, 5G സപ്പോർട്ടുണ്ട്, 14 5G ബാൻഡ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. കോൾ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല. ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, എങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തില്ല. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിനകത്ത് വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, ഒരു പ്രോപ്പർ ക്യാമറ സെറ്റപ്പാണ്. അതാണ് ഒരു ഗുണം. ഇതിനകത്തൊരു 200 MP സാംസങ് സെൻസറാണ്, f1.9 അപ്പേച്ചറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഒരു പ്രോപ്പർ 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റ് ഒട്ടുമിക്ക ഫോൺസിലും 8 MP അൾട്രാ വൈഡും മാക്രോ സെൻസറും ഡെപ്ത് സെൻസറൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പ്രോപ്പർ 12 MP സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ആ സെൻസർ തന്നെയാണ് മാക്രോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു 32 MP ഡെപ്ത് സെൻസർ ഉണ്ട്, അത് പോർട്രേറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ 50 MP സെൻസറുള്ള ക്യാമറയാണ്. അതിൽ 4K റെക്കോർഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു പുതുമ. പിന്നെ ഇതിനകത്ത് ക്യാമറ മോഡ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ 2 റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും 4K 30 FPS സപ്പോർട്ട് ചെയ്യും. അതൊരു ഡെഫിനറ്റ്ലി നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒട്ടുമിക്ക ഫോൺസിലും ഫ്രണ്ട് ക്യാമറയിൽ 4K വീഡിയോ ഇല്ല, ഇതിനകത്ത് 4K വീഡിയോ ഉണ്ട്. അത് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ക്യാമറ UI നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ UI. ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. അത് വേണ്ടി നമുക്ക് ക്യാമറ UI, പിന്നെ നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, മൾട്ടി വീഡിയോ, പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് കാണാം. സൂപ്പർ മാക്രോ, ഹൈ റെസ്, HDR വീഡിയോ, സോൾഡോ കട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ, വീഡിയോ റെസൊല്യൂഷൻ 4K അവൈലബിൾ ആണ്, 1080p അവൈലബിൾ ആണ്. പിന്നെ ഫ്രെയിം റേറ്റ് ആണെങ്കിൽ 30 FPS ആണ്. 4Kയിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 1080pയിൽ രണ്ടും സപ്പോർട്ടഡ് ആണ്. 30ഉം 60 FPSും സപ്പോർട്ടഡ് ആണ്. പിന്നെ ഫോട്ടോ മോഡ്, പിന്നെ 0.6 2x നമുക്ക് എടുക്കാം. പോർട്രേറ്റ് മോഡ് നമുക്ക് 1xലും 2xലും നമുക്ക് എടുക്കാം. അതേപോലെ നൈറ്റ് മോഡ് ഉണ്ട്, പിന്നെ അപ്പേച്ചർ മോഡ് ഉണ്ട്. ബ്ലർ ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ നമുക്ക് അപ്പേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ എത്ര ഡെപ്ത് ഓഫ് ഫീൽഡ് വേണമെന്നുള്ളത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത UI എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം കാണാം. അപ്പോൾ UI എക്സ്പീരിയൻസ് കൊള്ളാം. പക്ഷേ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഷട്ടർ സ്പീഡ് ഭയങ്കര സ്ലോ ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷട്ടർ സ്പീഡ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ക്ലിക്കായോ എന്ന് വരെ സംശയിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് എടുത്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് Honor 90ൻ്റെ ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമറ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ക്യാമറയായിട്ട് എനിക്ക് ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ
തോന്നിയത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ഇടുമ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം ക്യാമറ കുറിച്ചുള്ള അഭിപ്രായം. ഇത് നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റ് മാത്രമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ക്യാമറ. കുറച്ചൊരു വിവിഡ് കളേഴ്സാണ്, അതായത് എന്താ പറയുക ബ്രൈറ്റ് ആൻഡ് പഞ്ചി കളേഴ്സ് എന്നൊക്കെ വേണ്ടി അല്ലെങ്കിൽ കുറച്ചൊരു സാച്ചുറേറ്റഡ് കളേഴ്സാണ്. പക്ഷേ പലർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ്. അപ്പോൾ പലർക്കും പക്ഷേ വിവിഡ് കളേഴ്സ് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ക്യാമറ റിവ്യൂസിലൊക്കെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് അവർക്ക് വിവിഡ് കളേഴ്സാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ലൊരു ക്യാമറ സെറ്റപ്പ്, പ്രത്യേകിച്ച് പോർട്രേറ്റ് ആണെങ്കിലും ഷാർപ്നെസ് ലെവൽസ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു പോരായ്മ ഇതിനകത്ത് എന്താ വെച്ചാൽ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, അതായത് OIS ഇല്ല എന്നുള്ളതാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിലെ ഒട്ടുമിക്ക ഫോൺസിൽ OIS ഉണ്ട്, അത് ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. എങ്കിലും തന്നെ നല്ല ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും വളരെ സ്റ്റേബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Honor 90ൻ്റെ ക്യാമറയെ കുറിച്ച് പറയുന്നത്. ഇനി ബാറ്ററിൻ്റെ കാര്യം പറയാം. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ 66 വാട്ട് ചാർജിങ് ആണ് ഇതിനകത്ത് വരുന്നത്. 66 വാട്ട് ചാർജിങ്ങിൻ്റെ ടൈം നമുക്കറിയില്ല, കാരണം നമുക്ക് ചാർജർ കിട്ടിയിട്ടില്ല. 66 വാട്ട് ചാർജർ ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അത് കാരണം അത് വന്നോ എനിക്കറിയില്ല. വരികയാണെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാം. പക്ഷേ ബോക്സിനകത്ത് 66 വാട്ട് ചാർജർ ഇല്ല, അതുകൊണ്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പ്രോബ്ലി 66 വാട്ടും 5000 എനിക്ക് തോന്നുന്നത് 3/4 മണിക്കൂർ ടു 50 മിനിറ്റിനകത്ത് ചാർജ് ചെയ്യേണ്ടതാണ് ഐഡിയലി. പക്ഷേ നമുക്കിതിനകത്ത് സപ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാനും പറ്റത്തില്ല. പക്ഷേ ബാറ്ററി ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു ബാറ്ററി എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഒരു എന്താ പറയുക, നമുക്ക് നോർമൽ ഒരു 5000 mAh ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന അതേ എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്തുനിന്നും കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു Honor 90ൻ്റെ ഒരു അൺബോക്സിങ്, ഫസ്റ്റ് ഇംപ്രഷൻസ്. ഇത് റിവ്യൂ അല്ല കേട്ടോ, ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസമായിട്ടില്ല, ഇൻഫാക്ട് ഓൾമോസ്റ്റ് ക്ലോസ് ടു 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുള്ളായി ഇൻഡെപ്ത് റിവ്യൂ പറയാൻ പറ്റില്ല, അത് ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ് പ്രോബ്ലി 30,000 to 40,000 എനിക്ക് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് എൻ്റെ ഒരു ഗസ്. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 14, അതായത് ഇന്നാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ സെപ്റ്റംബർ 14 അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡിവൈസിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.